ശാപം കിട്ടിക്കഴിഞ്ഞപ്പോൾ ദേവദത്തൻ പറഞ്ഞു, അയ്യോ ഇങ്ങനെ ശപിക്കാൻ പാടുണ്ടോ, ഒരു കുട്ടി ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചിട്ടല്ലേ ഞാൻ ഈ യജ്ഞം ചെയ്ത, ഉണ്ടായ കുട്ടി മന്ദബുദ്ധിയായ പിന്നെ ജീവിതം എന്തിനു കൊള്ളാം, ജീവിതകാലം മുഴുവൻ ദുഃഖിക്കേണ്ടി വരില്ലേ. സന്താന ദുഃഖം എന്ന് പറഞ്ഞാൽ അതാണ്, കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളില്ലാത്തതിന്റെ ദുഃഖമാണ് അല്ലേ. കുട്ടികൾ ഉണ്ടായപ്പോഴോ ഇപ്പോഴും അമ്മയുടെ അടുത്ത് വന്ന് കരയുന്നത് ആരെ കുറിച്ച് ആലോചിച്ചിട്ടാ? എല്ലാ അമ്മമാരും സ്വന്തം മക്കളെ കുറിച്ച് ആലോചിച്ചിട്ടാണ് കണ്ണ് നിറയ്ക്കുന്നത് അല്ലേ. അപ്പൊ സന്താന ദുഃഖം എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഇല്ലാത്തതൊരു ദുഃഖമാണ്, കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ കുട്ടികളെ കുറിച്ചുള്ളതും ദുഃഖമാണ് അല്ലേ. ഇനിയിപ്പോ കുട്ടികൾ മരിച്ചു പോകുന്നത് അതും ദുഃഖമാണ് അല്ലേ. അപ്പൊ സന്താന ദുഃഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ലോകത്തിൽ ഉള്ളത് തന്നെയാണ്. പക്ഷേ ഉള്ള കുട്ടികള് താന്തോന്നികളോ മന്ദബുദ്ധികളോ ഒക്കെ ആയി മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദുഃഖത്തിന് ഒരിക്കലും ഒരു അവസാനമില്ല, കണ്ണീരൊരിക്കലും തീരില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എന്നെ അനുഗ്രഹിക്കണം എന്ന് ദേവദത്തൻ പ്രാർത്ഥിച്ചപ്പോൾ ഗോപില മഹർഷി പറഞ്ഞു, അങ്ങയുടെ മകൻ മന്ദബുദ്ധിയായി തീരും എങ്കിലും കാലാന്തരത്തിൽ ഭഗവതിയുടെ അനുഗ്രഹത്താൽ, ലോകമാതാവായ ആ അമ്മയുടെ അനുഗ്രഹത്താൽ മഹാപണ്ഡിതനും മഹാകവിയുമായി തീരും എന്ന അനുഗ്രഹം കൊടുത്തു. അങ്ങനെയാണ് കുട്ടിക്കാലം തന്നെ പേരിടൽ കർമ്മം തന്നെ വേണ്ട വിധത്തിൽ നടത്തിയില്ല ഈ കുട്ടിയുടെ. അവൻ്റെ പേര് സത്യവ്രതൻ എന്ന് അവന് പേരിട്ടത് നാട്ടുകാരാ. എന്താ കാരണം എന്ന് വെച്ചാൽ കുട്ടിക്കാലം മുതലേ അവൻ ഒന്നിനോടും താല്പര്യമില്ല, കഴിവില്ല, ഗായത്രി പോലും ചൊല്ലാൻ കഴിവില്ലാത്തവനാണ്. അങ്ങനെ വിഷമിച്ച് അവൻ എല്ലാം ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോയി. കാട്ടിൽ ചെന്ന് തപസ് ചെയ്തുകൊണ്ടിരുന്നു. എങ്ങനെയാ തപസ് ചെയ്യാമെന്ന് അറിയില്ല. ഒരു വൃക്ഷത്തിന്റെ ചോട്ടിൽ അങ്ങനെ ഇരുന്നു. എന്താ ധ്യാനിക്കേണ്ടത് അതും അറിയില്ല, മന്ത്രങ്ങൾ അറിയില്ല, നാമം അറിയില്ല. എങ്ങനെയെങ്കിലുമൊക്കെ അവിടെ തൊട്ടടുത്ത തടാകത്തിൽ പോയി കുളിക്കും, കുറച്ചു നേരം മിണ്ടാതിരിക്കും, ഇങ്ങനെയൊക്കെ ഇരിപ്പ് തുടർന്നു. പക്ഷെ അവനൊരു കാര്യം ചെയ്തു, എന്തെങ്കിലും ഒരു വ്രതം വേണ്ടേ ജീവിതത്തിൽ. അവൻ മനസ്സിൽ വിചാരിച്ചു, ഞാൻ ഒരിക്കലും നുണ പറയില്ല എന്ന് വിചാരിച്ചു അല്ലേ. എന്താ വിചാരിച്ചത്? ഞാൻ ഒരിക്കലും നുണ പറയില്ല എന്ന് വിചാരിച്ചു. കാട്ടിൽ ആരോടെങ്കിലും നുണ പറയേണ്ട കാര്യമുണ്ടോ? മനുഷ്യനൊഴിച്ച് വേറെ വല്ല ജീവജാലങ്ങളും നുണ പറയാറുണ്ടോ? മനുഷ്യനല്ലേ നുണ പറയൂ അല്ലേ. മനുഷ്യന്മാർക്കിടയിലാണെങ്കിലല്ലേ നുണ പറയേണ്ട കാര്യമുള്ളൂ. നമുക്ക് മരത്തിനോട് നുണ പറയേണ്ട കാര്യമുണ്ടോ? സിംഹത്തിനോടോ പൂച്ചയോടോ കാക്കയോടോ നുണ പറയേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ സത്യത്തിൽ മനുഷ്യനോട് മാത്രമല്ലേ നുണ പറയൂ. കാട്ടിൽ താമസിക്കുന്ന സമയത്ത് ആരോടും നുണ പറയണ്ടല്ലോ. അങ്ങനെ സത്യവ്രതൻ എന്ന പേര് അദ്ദേഹത്തിനുണ്ടായി. ആ ഇടയ്ക്കാണ് ഒരു ദിവസം ഒരു കാട്ടാളൻ ഒരു പന്നിയെ വേട്ടയാടി. ആ പന്നിയുടെ പിന്നാലെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് പന്നി ഒരു ചാട്ടം ചാടിയത് ഈ സത്യവ്രതന്റെ നേരെയാ. സത്യവ്രതൻ നോക്കിയപ്പോ ഒരു പന്നി മുമ്പിലേക്ക് വരുന്നു. സത്യവ്രതൻ ചാടി എഴുന്നേറ്റ് അയ്യേ എന്നും പറഞ്ഞ് ചാടി അങ്ങോട്ട് എഴുന്നേറ്റു. ഈ പന്നി അപ്പുറത്തേക്ക് കൂടെ ചാടി പൊന്തയിലേക്ക് മറിഞ്ഞുപോയി. പിന്നാലെ കാട്ടാളം വന്നിട്ട് പന്നി എങ്ങടാ പോയെന്ന് കണ്ടില്ല. അപ്പൊ ഈ സത്യവ്രതനോട് ചോദിച്ചു, ഹേ മുനെ, അങ്ങ് കണ്ടോ ഇതിലെ ഒരു പന്നി? ഞാൻ അതിനെ വേട്ടയാടി വരികയായിരുന്നു, അത് എവിടേക്കാ പോയെന്നൊന്ന് എനിക്ക് കാണിച്ചു തന്നാൽ സന്തോഷമായി എന്ന് പറഞ്ഞു. സത്യവ്രതനാകെ വിഷമിച്ചു. പന്നി എവിടേക്കാ പോയേന്ന് കാണിച്ചു കൊടുത്താൽ ഈ കാട്ടാളം പോയിട്ട് ആ പന്നിയെ കൊല്ലും. പന്നിയെ കൊന്നു കഴിഞ്ഞാൽ ഞാൻ കാരണമാവും ആ പന്നിയുടെ മരണം അല്ലേ. ഇനി ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞാൽ ഇത്ര കാലം ഞാൻ നുണ പറയില്ല എന്ന് വ്രതം എടുത്തതാ, ആ വ്രതം ഇല്ലാണ്ടാവും. എന്ത് ചെയ്യണം എന്നറിയാതെ വിഷമിച്ചു. അങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു തേജോമയമായിരിക്കുന്നതായ ഭാവം ശബ്ദമായി, നാദമായി അദ്ദേഹത്തിന്റെ നാവിങ്ങനെ ചലിക്കാൻ തുടങ്ങി. അദ്ദേഹം പോലും അറിയാതെ അദ്ദേഹത്തിൽ നിന്ന് അരുൾവാക്കുകളായി മനോഹരങ്ങളായിരിക്കുന്ന ചില ശ്ലോകങ്ങൾ ഇങ്ങനെ ഉണർന്നൊഴുകി. എങ്ങനെയാണ്? ഞാനിങ്ങനെ ഇല്ലത്ത് ഭഗവതിയെ പൂജിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൈപ്പറമ്പുകാവിൽ അമ്മയ്ക്ക് ഒരു പാട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, എന്ത് ചെയ്യും അമ്മേ എന്നിങ്ങനെ വിഷമിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് അറിയാതെ ഉള്ളിൽ നിന്ന് കണ്ണൊഴിഞ്ഞു കാത്തിടുന്ന കാളിമേഘരൂപിണി എന്നിങ്ങനെ ഉണർന്നൊഴുകിയത്, അതുപോലെ ആ സത്യവ്രതന്റെ ഉള്ളിൽ നിന്ന് ഉണർന്നൊഴുകുകയാണ് വാക്കുകൾ. എന്ത്? യാ ബ്രൂതേ സാ ന പശ്യതി, യാ പശ്യതി സാ ന ബ്രൂതേ, അഹോ വ്യാധ സ്വകാര്യാർത്ഥിൻ യഥേച്ഛസി തഥാ കുരു. എന്താ പറഞ്ഞത്? കണ്ണ് കണ്ടത് പറയാൻ കണ്ണിന് കഴിയില്ല, കാത് കേട്ടത് പറയാൻ
കാതിന് കഴിയില്ല. നാവ് പറയുന്നത് വല്ലതും നാവ് കണ്ടതോ കേട്ടതോ ആണോ? അപ്പൊ ഈ ലോകത്തിൽ പറയുന്നത് വല്ലതും സത്യമാണോ? എനിക്ക് കണ്ണുണ്ട്, അങ്ങേക്കും കണ്ണുണ്ട്. എനിക്ക് ചെവിയുണ്ട്, അങ്ങേക്ക് ചെവിയുണ്ട്. കയ്യ്, കാല്, മൂക്ക് ഇതൊക്കെ അങ്ങേക്കും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അഹോവ്യാധ സ്വകാര്യാർത്ഥി, സ്വന്തം കാര്യം നിർവഹിക്കാൻ കഴിവുള്ളവനായ അല്ലയോ കാട്ടാള, അങ്ങ് അങ്ങയുടേതായ ആ കഴിവ് കൊണ്ട് അത് നേടിയെടുത്താലും